284ലേക്ക് ഷൗക്കത്ത് ഉയർന്നു. ഷൗക്കത്തിന്റെ ലീഡ് നില 284. ശ്രദ്ധിക്കുക, 284ലേക്ക് ഷൗക്കത്തിന്റെ ലീഡ് നില 284. പോസ്റ്റൽ വോട്ടുകളിൽ വലിയ ആധിപത്യം ഷൗക്കത്തിന് ഉണ്ടാകുന്നു എന്നതാണ് ചിത്രം. 1403 വോട്ടുകളാണ്. വോട്ടിലുണ്ടാകുന്ന ആധിപത്യം നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇടതുപക്ഷത്തിന് ആധിപത്യം ഉണ്ടായിരുന്ന ആ പാറ്റേൺ മാറുന്നു. ആ പാറ്റേണെ മാറുന്നു. 284 വോട്ട് വലിയൊരു മെജോറിറ്റിയിലേക്ക് ആര്യാടൻ ഷൗക്കത്ത് പോകുമോ അതോ ഇത് നിലനിർത്താൻ സാധിക്കുമെന്നത് കാത്തിരുന്ന് കാണണം. UDF-ന് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തകൾ നിലമ്പൂരിൽ നിന്ന് പുറത്തു വരികയാണ്. 8:30 രാജ്യത്തെ 8:30 3000 വോട്ടാണ് UDF കടക്കുന്നതെങ്കിൽ UDF-ന് ഉറപ്പിക്കാം ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് എന്റെ ഒരു പക്ഷം. 284 വോട്ട് ആര്യാടൻ ഷൗക്കത്ത്. ചെറിയ ഭൂരിപക്ഷമല്ല അപർണ. അത് 284 എന്നത് പോസ്റ്റൽ സർവീസ് വോട്ടുകളാണെങ്കിൽ പോലും അതൊരു ട്രെൻഡിന്റെ ലക്ഷ്യമാണ്. നമുക്കറിയാം പലപ്പോഴും ഭരണവിരുദ്ധ വികാരമടക്കം പ്രതിഫലിക്കുന്ന ഒന്നുകൂടിയാണ് പോസ്റ്റൽ സർവീസ് വോട്ടുകൾ എന്നുകൂടി ചേർത്ത് വെക്കണം. ഇതടക്കം ചേർത്ത് വെക്കുമ്പോൾ എന്താണ് ട്രെൻഡ് എന്നുള്ളത് കാത്തിരുന്നത്. കാരണം 284 എന്നുള്ളത് തുടക്കത്തിൽ വലിയ ആശ്വാസം UDF നൽകുന്ന ഒരു കണക്കാണ്. ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരുകാർ നിയമസഭയിലേക്ക് അയക്കുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. അതിനുള്ള ലക്ഷണങ്ങളൊക്കെ തുടക്കത്തിൽ കാണുന്നുണ്ട്. എവിടെയാണ് തുടക്കത്തിൽ 5 വോട്ടിന് മാത്രം ഒരു മുന്നേറ്റം സ്വരാജിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിനുശേഷം ഷൗക്കത്ത് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. ഇടത് മുന്നണി പ്രതീക്ഷിക്കുന്നില്ല. ആദ്യത്തെ 2 പഞ്ചായത്തുകൾ ഇടത് മുന്നണി പ്രതീക്ഷിക്കുന്നില്ല. അത് UDF-ന്റെ ഭൂരിപക്ഷത്തിന്റെ കണക്കാണ്. EVM മെഷീന്റെ ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. തണ്ണിക്കടവ് മേഖലയിൽ ആദ്യം കൗണ്ട് ചെയ്യുന്ന വഴിക്കടവിന്റെ തണ്ണിക്കടവ് മേഖലകളിൽ UDF-നാണ് ലീഡ്. പ്രതീക്ഷിച്ചിരുന്നതാണ്. അവിടെയും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. 323 വോട്ടുകൾ ഷൗക്കത്ത് കുതിക്കുന്നു. 323 വോട്ടുകളായും ഷൗക്കത്ത് കുടിക്കുന്നു. തണ്ണിക്കടവ് മേഖലയിൽ ഷൗക്കത്ത് ലീഡ്. ട്രെൻഡ് പ്രകടമായി വരികയാണോ? എന്താണ് നിലമ്പൂർ പറയാൻ പോകുന്ന സൂചനകൾ? ആര്യാടൻ ഷൗക്കത്തിന് അനുകൂലമാണ്. രഞ്ജിത്തെ 8:30 അത് 3000 അടുത്തെത്തുമോ എന്നുള്ള ഒരു കണക്ക്. 334 UDF തരംഗമാണോ? സൂചനകൾ പലതുണ്ട്. കൃത്യമായി വരണം. എന്തായാലും 334 എന്ന ഫിഗറിലേക്ക് ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് നില ഉയർന്നു എന്നതാണ് സാഹചര്യം. വഴിക്കടവ് UDF-ന്റെ മേഖലയാണ്. 8:20 ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 334ലേക്ക് എത്തുന്നു. 10 മിനിറ്റ് കൊണ്ട് 1000 കടന്നാൽ ഒരു പക്ഷേ അത് ഒരു ട്രെൻഡായി മാറും. ആര്യാടൻ ഷൗക്കത്ത് എന്ന നേതാവ് നിയമസഭയിലേക്ക് എത്തും. സജിത EVM എണ്ണി തുടങ്ങി. അപ്പൊ വഴിക്കടവില് നമ്മൾ പറഞ്ഞ പോലുള്ള റൗണ്ടിലേക്ക് കടക്കാൻ 8:30 മതിയാകില്ല. അങ്ങനെയുണ്ടോ? അതോ എത്താൻ കുറച്ചും കൂടെ സമയമെടുക്കും? അങ്ങനെയാണോ? 334 വോട്ടുകളുടെ മെജോറിറ്റി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടിയിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ ആ ഭൂരിപക്ഷം ക്രമാനുഗതമായി വർദ്ധിപ്പിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ആര്യാടൻ ഷൗക്കത്തിന് ഉണ്ടായെന്നുള്ള